ഹലോ മച്ചാമാരെ, നമ്മൾ അങ്ങനെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിനടുത്തെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നമ്മൾ ഇതുവരെ എത്തുന്ന യാത്രയുടെ ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പുതിയ ദേശീയപാത വഴി ഇവിടേക്ക് വന്നെത്തുന്ന യാത്ര കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോയുടെ ഒന്ന് കാണണേ. ഏതായാലും നമുക്കിനി തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലെ അടിപൊളി കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതൊക്കെ വെള്ളച്ചാട്ടത്തിലോട്ട് ഇറങ്ങിപ്പോകുന്ന ഭാഗത്തുള്ള കടകളാണ്. ഇവിടെ ഫുള്ള് കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടകളും അതുപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടകളാണ് കേട്ടോ ഉള്ളത്. ഈ കച്ചവടക്കാരൊക്കെ സാധനം വാങ്ങുന്നതിന് വേണ്ടി ആൾക്കാരെ കടയിലോട്ടൊക്കെ വിളിച്ച് കയറ്റുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും വാങ്ങാനില്ലാത്ത നമ്മൾ അവരെ ഒന്നും മൈൻഡ് ചെയ്തില്ല. ഈ കൊച്ചു കുട്ടികളൊക്കെയാണ് കേട്ടോ ഈ കളിപ്പാട്ട വിൽപ്പനക്കാരുടെ മെയിൻ ടാർഗറ്റ്. നടന്ന് നമ്മളിത് ടിക്കറ്റ് കൗണ്ടർ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. 20 രൂപയാണ് കേട്ടോ ഒരാളുടെ ടിക്കറ്റ് ചാർജ്. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ബോട്ടിംഗ് ആണെങ്കിൽ 100 രൂപയാണ് ചാർജ് വരുന്നത്. ഈ പാർക്കിൻ്റെയൊക്കെ എൻഡിലായിട്ട് ഇതേ കാണുന്നതാണ് നമ്മുടെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം. ഈ കാണുന്ന സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങിയാലേ വെള്ളച്ചാട്ടത്തിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ വെള്ളച്ചാട്ടം കാണാനായിട്ട് നല്ല വ്യൂ ആണ് കേട്ടോ. ഇതുപോലുള്ള വെള്ളച്ചാട്ടം കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഇത്. ഇപ്പം ശരിക്കും നല്ല വേനൽക്കാലമാണ്. പല വെള്ളച്ചാട്ടത്തിന് വെള്ളമില്ലാത്ത അവസ്ഥയാണ്. എന്നിട്ട് ഇവിടെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. പിന്നെ ഇവിടെ ഇരുമ്പ് പൈപ്പ് വെച്ച് ഇതുപോലെ വേലി കെട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടും അപകടമല്ല. നമുക്ക് ഭയങ്കര സേഫാണ്. അതുപോലെ നമുക്കിവിടെ ഡ്രസ്സ് മാറുന്നതിനും സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന് ചെറിയ ഫീസ് ഈടാക്കുന്നുണ്ട്. ആ റൂംസിന് വേണ്ടി ചെറിയ ഫീസ് ഈടാക്കുന്നുണ്ട്. എന്നാലും നല്ല സൗകര്യമാണ് അതെല്ലാം. പിന്നെ ഇവിടെ വിശാലമായിട്ടുള്ള 2 പാർക്കുണ്ട്. ഫാമിലിയായിട്ടോ കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട വിശാലമായിട്ടുള്ള 2 പാർക്കുണ്ട്. ഇതൊക്കെ കുറച്ച് പഴയ പാർക്കാണ്. ഇതിന് നല്ല ഇതൊക്കെ എൻജോയ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് നല്ലൊരു അനുഭവമായിരിക്കും. പിന്നെ സ്ത്രീകളും കുട്ടികളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ മഫ്തിയിൽ പോലീസൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ കൺട്രോൾ റൂമൊക്കെ ഇതിനടുത്ത് തന്നെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു വെറൈറ്റി ഈ കാണുന്നൊരു സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. 10 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എത്ര സമയം വേണമെങ്കിലും അടിച്ച് പൊളിക്കാം. ഇത് ഇവിടുത്തെ ചിൽഡ്രൻസ് പാർക്കാണ്. കുട്ടികളായിട്ട് വരുന്നവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണിത്. ഇതേ കണ്ടില്ല, ഈ പാർക്കിൽ ഇരുന്നൊരു വെള്ളച്ചാട്ടം കാണാനായിട്ട് അടിപൊളി രസമാണ്. നീന്തൽ കുളവും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് വെള്ളച്ചാട്ടവും. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ ഈ കാഴ്ച ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. ഞാൻ ഈ വെള്ളച്ചാട്ടം കാണാൻ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും ഇത് ചിൽഡ്രൻസ് പാർക്ക് ആയതുകൊണ്ട് ഇങ്ങോട്ട് കയറിയിട്ടുമില്ല. ഇന്നേ വരെ ഈ അടിപൊളി കാഴ്ച കണ്ടിട്ടില്ല. ഇനി നമുക്ക് കുട്ടികൾക്കൊക്കെ ആയിട്ട് ഈ പാർക്കിനകത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഇതിനകത്ത് ചെറുതും വലുതുമായ കുറച്ച് റൈഡുകളൊക്കെ ഉണ്ട്. നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഇതിനകത്ത് കയറണം കേട്ടോ. ഇതിനോട് ചേർന്നിട്ട് തന്നെ ഫുഡ് കഴിക്കാനുള്ള ഒരു റൂമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളത് ഫുഡ് കൊണ്ടുപോയിട്ട് കഴിക്കാൻ സ്ഥലമല്ലാതെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. തൊട്ടടുത്ത് തന്നെ റൂമുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. ഇത് ഈ കാണുന്ന കാഴ്ചകളും പാർക്കിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. ഇത് ശരിക്കും തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലെ വെള്ളം ഒഴുകിപ്പോകുന്ന സ്ഥലമാണ്. ഇപ്പം നല്ല വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ അധികം വെള്ളം ഇവിടെ ഇല്ല. പക്ഷെ നമ്മൾ നല്ല മഴക്കാലത്തായിട്ട് പോകുന്നെങ്കിൽ വെള്ളം നല്ലപോലെ ഒഴുകി പോകുന്ന കാണാം. അങ്ങനെ നമ്മൾ പാർക്കൊക്കെ ചുറ്റിക്കണ്ട് വീണ്ടും നീന്തൽ കുളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. വെറും 10 രൂപയുടെ ടിക്കറ്റ് എടുത്ത് നീന്തി കുളിച്ച് അടിച്ച് പൊളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ വെള്ളത്തിൻ്റെ ലെവൽ വളരെ കുറവായതുകൊണ്ട് നല്ല സേഫാണ് കേട്ടോ. ഏകദേശം ഒരു 4-5 അടി ഹൈറ്റിന് മാത്രമേ വെള്ളം കാണത്തുള്ളൂ ഇവിടെ. പിന്നെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ ട്യൂബിൽ എയർ നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മളെ കേരളത്തിൽ തിരുവനന്തപുരത്തിന് പുറത്തോട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സ്പോട്ടിനെ പറ്റി അധികം വലിയ ധാരണയൊന്നുമില്ല. പിന്നെ ഈ വെക്കേഷൻ ടൈമിൽ നല്ല വേനൽക്കാലത്തൊക്കെ ഇവിടെ വെള്ളം ഉണ്ടാവുമെന്ന് ആശങ്കപ്പെട്ടിട്ട് യാത്ര ക്യാൻസൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കണം. നല്ല വേനൽക്കാലമാണ് ഇവിടെ വെള്ളം ഉണ്ടാവും. ധൈര്യമായിട്ട് തന്നെ ഇങ്ങോട്ടുള്ള യാത്ര പ്ലാൻ ചെയ്തോളൂ. നല്ല വേനൽക്കാലത്തും ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വെള്ളം കൃത്യമായിട്ട് വരുന്നതിന് ഒരു രഹസ്യമുണ്ട് കേട്ടോ. അത് നമ്മുടെ അടുത്ത വീഡിയോയിലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.